ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനം ഫസ്റ്റ് ടേം എക്സാം ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ കൂട്ടുകാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പം നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല അല്ലേ? അതുകൊണ്ട് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് മക്കൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ സ്പെഷ്യൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യപേപ്പറിലോട്ട് പോവാം അല്ലേ? നോക്കിക്കേ, ഇവിടെ കുട്ടിയുടെ പേര് എന്ന സ്ഥലത്ത് മക്കൾ നിങ്ങളുടെ പേര് എഴുതണം. വിദ്യാലയത്തിൻ്റെ പേര് എന്നുള്ളിടത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളിടത്ത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ ഏതാണോ അതൊക്കെ എഴുതണം കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് പേപ്പേഴ്സായി ഡിസ്കസ് ചെയ്യുന്നു, അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേഗം ചോദ്യത്തിലോട്ട് പോകാം അല്ലേ? നോക്കിക്കേ മക്കളെ, പ്രവർത്തനം 1, സസ്യങ്ങളും ഭാഗങ്ങളും. മധ്യവേനലവധിക്ക് ശേഷം വിദ്യാലയത്തിൽ തിരികെ എത്തിയ കൂട്ടുകാർ ജൈവ വൈവിധ്യോദ്യാനം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ധാരാളം പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നിരിക്കുന്നു. പയർ, ചെമ്പരത്തി, മാവ്, ഇലമുളച്ചി, കറിവേപ്പ്, മുല്ല, കടപ്ലാവ്, തെങ്ങ്, റോസ തുടങ്ങിയ സസ്യങ്ങളാണ് മുളച്ചു വന്നത്. ഏത് ഭാഗത്ത് നിന്നായിരിക്കാം പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നിട്ടുണ്ടാവുക? പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ നട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? വേര് മുളച്ചുണ്ടാവുന്നതും വിത്ത് മുളച്ചുണ്ടാവുന്നതും കമ്പ് നട്ടിട്ടുണ്ടാവുന്നതും എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ വിവിധ തരം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ആദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ പഠിക്കണം, കമ്പ് നട്ടിട്ടുണ്ടാവുന്നത്, അതുപോലെ ഇല മുളച്ചുണ്ടാവുന്നത്, വേര് നട്ടിട്ടുണ്ടാവുന്ന സസ്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് സസ്യങ്ങളുടെയൊക്കെ പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഏതൊക്കെയാണ് തന്നത്? പയർ, ചെമ്പരത്തി, മാവ്, ഇലമുളച്ചി, കറിവേപ്പ്, മുല്ല, കടപ്ലാവ്, തെങ്ങ്, റോസ. അപ്പോൾ ഇത്രയാണ് തന്നത്. അപ്പോൾ ഇവയെ നമുക്ക് എന്ത് ചെയ്യാം, പട്ടികപ്പെടുത്താം കേട്ടോ. അതിനായിട്ട് നമുക്കിതാ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ എന്ത് തന്നിട്ടുണ്ട്? തെങ്ങെന്ന് തന്നിട്ടുണ്ട്, പിന്നെ മുല്ല, പിന്നെ ഇവിടെ നമുക്ക് വേര്, അതുപോലെ ഇലമുളച്ചി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തെങ്ങ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ, ഏത് ഭാഗം നട്ടിട്ടാണ് അതുണ്ടാവുന്നത്. ഇവിടെയാണ് ഏത് ഭാഗങ്ങളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിൻ്റെ പേര് ഈ മുകളിലാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ഒന്ന് മാത്രമേ നമുക്ക് വേര് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അപ്പോൾ തെങ്ങ് എന്നുള്ളത് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, എന്ത് നട്ടിട്ടാണ് തെങ്ങ് ഉണ്ടാവുന്നത്? അതിൻ്റെ വിത്താണ് അല്ലേ? അപ്പം മക്കൾ ഇവിടെ എന്തെഴുതണം? വിത്തെന്ന് എഴുതണം. എന്തെന്ന് എഴുതണം? വിത്തെന്ന് എഴുതണം. അപ്പോൾ വിത്ത് മുളച്ചുണ്ടാകുന്ന ഒന്നിൻ്റെ പേര് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, തെങ്ങ്. പിന്നെ എന്തൊക്കെയായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളത്, നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നത്? പയർ എന്ത് നട്ടിട്ടുണ്ടാവുന്നതാണ്? നമുക്കറിയാം അല്ലേ, വിത്ത് നട്ടിട്ടുണ്ടാവുന്നതാണ്. പിന്നെയുള്ളത് എന്താണ്? മാവ് എന്താണ്? വിത്ത് നട്ടിട്ടുണ്ടാവുന്നതാണ്. പിന്നെ തെങ്ങ്, അത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എഴുതാം. 2 എണ്ണം എഴുതാനുള്ള സ്പേസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് എഴുതാം? ഒന്ന് മാവ് എഴുതാം, പിന്നെ ഒന്ന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മാവ്, അതുപോലെ പയർ അല്ലേ, മാവ്, പയർ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് മുളച്ച് ഉണ്ടാവുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം അല്ലേ. അടുത്ത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഏത് സസ്യമാണ് തന്നിട്ടുള്ളത്? മുല്ലയാണ് തന്നിട്ടുള്ളത് അല്ലേ. മുല്ല എന്ത് നട്ടിട്ടാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, അതിൻ്റെ കമ്പ് നട്ടിട്ട് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് നട്ടിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന മറ്റ് സസ്യങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി എന്ത് നട്ടിട്ടുണ്ടാവുന്ന സസ്യമാണ്? ചെമ്പരത്തി അതിൻ്റെ കമ്പ് നട്ടിട്ടുണ്ടാവുന്ന സസ്യമാണ് അല്ലേ. അപ്പോൾ ചെമ്പരത്തി നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ എന്താണ്? മുല്ല നമുക്കവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ അല്ലേ, റോസയും എന്താണ്? അതിൻ്റെ കമ്പ് നട്ടിട്ടുണ്ടാകുന്നത്. അപ്പം മുല്ല തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ചെമ്പരത്തി എഴുതാം അല്ലേ. ഒന്ന് ചെമ്പരത്തി, പിന്നെ ഒന്ന് നമുക്ക് എന്ത് എഴുതാം? നമ്മൾ പറഞ്ഞു റോസ അല്ലേ. ഇതെല്ലാം എന്താണ്? കമ്പ് നട്ടിട്ടുണ്ട് അഥവാ അതിൻ്റെ തണ്ട് നട്ടിട്ടുണ്ടാവുന്ന സസ്യങ്ങളാണ്. അടുത്തത് നമുക്ക് എന്ത് വന്നു? വേര് അല്ലേ. വേര് മുളച്ചുണ്ടാവുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും പോകാം. ഏതാണ്? ഇവിടെ നോക്കിക്കേ, നമുക്കിനി തന്നത്
കറിവേപ്പില്ലേ നമുക്ക് വേരിൽ നിന്ന് എന്തുണ്ടാവും, കറിവേപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ എന്ത് നമുക്ക് ഉൾപ്പെടുത്താം, കടപ്ലാവ് അല്ലേ. ഇത് രണ്ടും എന്താണ്, വേരിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് അത് രണ്ടും ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്താം കേട്ടോ, വേരിൽ ഉൾപ്പെടുത്താം. അപ്പം ഒന്ന് നമ്മളെന്ത് പറഞ്ഞു, കറിവേപ്പ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് കറിവേപ്പും അതുപോലെ തന്നെ കടപ്ലാവുമാണ് അല്ലേ. കറിവേപ്പ്, കടപ്ലാവ് കേട്ടോ. രണ്ടും മക്കൾക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ചേർക്കാം കേട്ടോ. കറിവേപ്പ്, കടപ്ലാവ്. ഓക്കെ, ഇനി അടുത്തത് ഇലമുളച്ചി എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഇലമുളച്ചി എന്ത് നട്ടിട്ടുണ്ടാവുന്ന സസ്യമാണ്, ഇല നട്ടിട്ടുണ്ടാവുന്ന സസ്യമാണ്. അപ്പം ഇതേ രീതിയിലാണ് മക്കൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. വിത്ത് നട്ടിട്ടുണ്ടാവുന്ന നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ കമ്പ് നട്ടിട്ടുണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു, വേര് നട്ടിട്ടുണ്ടാവുന്നത് പറഞ്ഞു, ഇല നട്ടിട്ടുണ്ടാവുന്നത് പറഞ്ഞു. അപ്പോൾ ഈ സസ്യങ്ങളുടെ എല്ലാം പേരുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അതിനെ മാത്രമേ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എങ്കിലും നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം, ബാക്കി സസ്യങ്ങൾ കൂടി എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെടുത്താവുന്ന ഒന്നോ രണ്ടോ സസ്യങ്ങളുടെ പേരുകൾ കൂടി മക്കൾ എന്ത് ചെയ്യുക, അധികം പഠിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും കണ്ടുവരുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയും തെറ്റും ഏതെന്ന് അടയാളപ്പെടുത്തുക. ശരിയും തെറ്റും ഏതെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ആദ്യത്തേത് എന്താണ്, എല്ലാ വിത്തും മുളയ്ക്കാനെടുക്കുന്ന കാലയളവ് തുല്യമാണ്. എല്ലാ വിത്തും മുളയ്ക്കാനെടുക്കുന്ന കാലയളവ് തുല്യമാണ്. അങ്ങനെയാണോ മക്കളെ? എല്ലാ വിത്തും ഒരേപോലെയാണോ, ഒരേ സമയം കൊണ്ടാണോ മുളച്ചുണ്ടാവുന്നത്? നമ്മളിപ്പോൾ ചീരയുടെ വിത്തിട്ടു, അതുപോലെ തന്നെ ഒരു മാങ്ങേണ്ടി എന്ത് ചെയ്തു, നമ്മൾ കുഴിച്ചിട്ടു. രണ്ടും ഒരേ സമയത്താണോ മുളച്ചുണ്ടാവുന്നത്? അല്ല അല്ലേ. ഏതാണ് ആദ്യം വരുന്നത്? ചീരയുടെ വിത്ത് എന്താവും, വേഗം മുളച്ചു വരും അല്ലേ. അപ്പം രണ്ടിൻ്റെയും കാലയളവ് തുല്യമാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല അല്ലേ, തെറ്റാണ്. അടുത്ത് നോക്കിക്കേ, വെളിച്ചമുള്ളിടത്ത് സസ്യങ്ങൾ നന്നായി വളരുമോ? അത് ശരിയാണല്ലേ. നമുക്കറിയാം സസ്യം നന്നായി വളരണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കണം അല്ലേ. അപ്പം അത് ശരിയാണ്. അടുത്ത് നോക്കിക്കേ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഇലയാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഇലയാണ്. ശരിയാണോടാ? അല്ലാലെ. വിത്ത് മുളച്ച് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണ് മാറുന്നത് അല്ലേ. അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അടുത്തത്, എല്ലാ സസ്യങ്ങളുടെയും വളർച്ച ഒരുപോലെയല്ല. എല്ലാ സസ്യങ്ങളുടെയും വളർച്ച ഒരുപോലെയല്ല. അങ്ങനെയാണോ? ഒരുപോലെയാണോ? അല്ല അല്ലേ. ഓരോ സസ്യത്തിനും വ്യത്യസ്തമായിട്ടാണ് വളർച്ചാ നിരക്കുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ്? ശരിയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിൽ വേണം നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പയർവിത്ത് മുളച്ചു വരുന്ന പരീക്ഷണം ചെയ്ത് നോക്കുകയായിരുന്നു 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ. ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് മണലിൽ താഴ്ത്തി വെച്ചിരുന്ന പയർ വിത്ത് മുളച്ചു വന്നപ്പോൾ ആദ്യം കണ്ടത് എന്തായിരിക്കും? പയർ വിത്തിൽ നിന്ന് ഇല വന്നു. ഇലയാണോ ആദ്യം വരുന്നത്? അല്ല അല്ലേ. അടുത്ത നോക്കിക്കേ, പയർ വിത്തിന് മുള വന്നു, വിത്ത് മുളച്ച് കാണ്ഡം പുറത്തു വന്നു, വിത്തിൽ നിന്ന് കായുണ്ടായി. ഏതാണ് മക്കളെ? പയർ വിത്തിൽ നിന്ന് മുള വന്നതല്ലേ നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്? പയർ വിത്തിൽ നിന്ന് മുള വന്നതാണ് നമ്മൾ ആദ്യം കാണുക അല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കേ, മഴയളക്കാം. പ്രവർത്തനം 2, മഴയളക്കാം. കരുളായി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ 4 ദിവസങ്ങളിലായി പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്തിയ പട്ടിക താഴെ കൊടുക്കുന്നു. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 4 ദിവസങ്ങളിലായിട്ട് പെയ്തിട്ടുള്ള മഴയുടെ അളവ് രേഖപ്പെടുത്തിയ ഒരു പട്ടിക നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 24, 25, 26, 27 തീയതികളിൽ പെയ്ത മഴയുടെ അളവാണ്. ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഭൂമിക്കുത്ത്, വലമ്പുറം, മരുതങ്ങാട്, മുല്ലപ്പള്ളി അല്ലേ. അപ്പോൾ അതിൽ ഓരോ ദിവസത്തിലും പെയ്തിട്ടുള്ള മഴയുടെ അളവ് നമുക്കവിടെ തന്നിട്ടുണ്ട്. ഇനി പട്ടിക വിശകലനം ചെയ്തുകൊണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ പട്ടികയൊന്ന് നോക്കിയിട്ട് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എവിടെയാണ് അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പഞ്ചായത്തിലും 4 ദിവസങ്ങളായിട്ട് പെയ്തിട്ടുള്ള ആകെ മഴ എത്രയാന്നുള്ളത് കണ്ടെത്തണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി?
ഭൂമിക്കുത്ത് എന്നുള്ള പഞ്ചായത്തിൽ ആദ്യത്തെ ദിവസം 5 CM, 4 CM, 2 CM അല്ലേ, ലാസ്റ്റ് ദിവസം ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഭൂമിക്കുത്ത് പഞ്ചായത്തിൽ നമുക്ക് 11 കിട്ടും, 11 CM. വലമ്പുറം എത്ര കിട്ടും, 24. മക്കളൊന്ന് ആഡ് ചെയ്ത് നോക്കണേ. പിന്നെ മരുതങ്ങാട് 19 കിട്ടും. പിന്നെ മുല്ലപ്പള്ളി 17 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് മക്കൾ ഏറ്റവും വലുതായിട്ട് വരുന്നത്, 24 ആണല്ലേ. അത് ഏത് പഞ്ചായത്തിലാണ്, വലമ്പുറം പഞ്ചായത്തിലാണ് അല്ലേ. അപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെയാണ്, വലമ്പുറം പഞ്ചായത്തിലാണ് അല്ലേ, വലമ്പുറം പഞ്ചായത്തിലാണ്. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താണ്, മഴ ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെ, ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെയാണ്, ഈ ഒരു 11 അല്ലേ, 11 ഏറ്റവും കുറവായിട്ട് ലഭിച്ചത്. അതെവിടെയാണ്, ഭൂമിക്കുത്താണ് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് എഴുതണം, ഭൂമിക്കുത്ത് എന്ന് എഴുതണം അല്ലേ. അവിടെയാണ് മഴ ഏറ്റവും കുറച്ച് കിട്ടിയിട്ടുള്ളത്, ഭൂമിക്കുത്ത്. ഓക്കെ, പിന്നെ നമ്മളടുത്ത് ചോദിച്ചത് എന്താണ്, ജൂൺ 25 കൂടുതൽ മഴ ലഭിച്ചത് എവിടെ, ജൂൺ 25 കൂടുതൽ മഴ ലഭിച്ചത് എവിടെ. ജൂൺ 25 എന്ന് പറയുമ്പം ഈ കോളമാണ് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് സംഖ്യ വരുന്നത്, 7 ആണ് അല്ലേ. അതെവിടെയാണ്, മരുതങ്ങാടാണ്. അപ്പം മരുതങ്ങാടാണ് ഏറ്റവും കൂടുതൽ മഴ ജൂൺ 25 ലഭിച്ചത് കേട്ടോ. അവിടെ മക്കൾ എന്ത് എഴുതണം, മരുതങ്ങാട് എന്ന് വേണം എഴുതാനായിട്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, മഴമാപിനിയിലെ സ്കെയിലിൽ അക്കങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം മഴമാപിനി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് വെക്കും, അതിനോട് ചേർന്നില്ലേ, ചില്ലിനോട് ചേർന്നിട്ട് നമ്മൾ ഒരു സ്കെയില് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ സ്കെയിലിലുള്ള അക്കങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊന്നും മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ മഴമാപിനിയുടെ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ മഴമാപിനി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കണേ. ഈ ഭാഗത്തുനിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ, മഴമാപിനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ശരീരത്തിൻ്റെ സവിശേഷതകളെയും സഞ്ചാര രീതികളെയും കുറിച്ചുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുതിരയും താറാവും. അവരുന്നയിച്ചത് എന്തെല്ലാമായിരിക്കാം, എന്തൊക്കെയായിരിക്കും മക്കളെ. നമുക്ക് 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കുതിരയുടേത് എന്താണ്, ഓടാൻ കഴിയുമെന്ന് കൊടുത്തിട്ടുണ്ട്. താറാവിൻ്റെത് എന്താണ്, ചിറകുകൾ ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കുതിരയ്ക്ക് എന്തിനൊക്കെ സാധിക്കും, അതിന് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അതിന് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാല്, അതിന് എന്തുണ്ട്, കാലുകളുണ്ട് അല്ലേ, 4 കാലുകളുണ്ട്. ആ 4 കാലും എന്തിനു സഹായിക്കുന്നുണ്ട്, പിന്നിലേക്ക് മടക്കാൻ കഴിയുന്ന കാലുകളാണ് അല്ലേ. പിന്നിലേക്ക് മടക്കാൻ കഴിയുന്ന കാലുകളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് എഴുതാം. പിന്നിലേക്ക് മടക്കാൻ കഴിയുന്ന കാലുകളാണ് അല്ലേ, പിന്നിലേക്ക് മടക്കാൻ കഴിയുന്ന കാലുകളാണ്. അത് ഒരു പോയിന്റ് ഓർത്തിരിക്കണേ. അടുത്തത് താറാവിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്താണ്, ഒരു പോയിന്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, ചിറകുകൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെന്തുണ്ട്, കാലുകളുണ്ട് അല്ലേ. എങ്ങനത്തെ കാലുകളാണ്, ചർമ്മബന്ധിതമായിട്ടുള്ള കാലുകളാണ് ആർക്കുള്ളത്, താറാവിനുള്ളത് അല്ലേ. അത് ഉപയോഗിച്ച് അതിന് എന്ത് ചെയ്യാൻ പറ്റും, നീന്താനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. വെള്ളത്തിലൂടെ നീന്താനായിട്ട് ചർമ്മബന്ധിതമായിട്ടുള്ള കാല് കൊണ്ട് അതിന് സാധിക്കുന്നുണ്ട്. അപ്പം ചിറകുകളുണ്ട്, കാലുകളുണ്ട്. എങ്ങനത്തെ കാലുകളാണ്, ചർമ്മബന്ധിതമായിട്ടുള്ള കാലുകളാണ് അല്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, താറാവിനും അതേ രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. നോക്കിക്കേ, വിവിധ ജീവികളുടെ ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകൾ പോക്കറ്റ് ചാർട്ടിൽ നിക്ഷേപിച്ച് കളിക്കുകയാണ് കൂട്ടുകാർ. കാർഡുകളെ ശരിയായ പോക്കറ്റിലേക്ക് വരച്ച് യോജിപ്പിക്കാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചിത്രം കേട്ടോ. അപ്പം നോക്കിക്കേ, ചില ജീവികളുടെയൊക്കെ ചിത്രങ്ങളാണല്ലേ. അവയുടെ തലയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവയുടെ കാലുഭാഗവും തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് താഴെ 2 പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് മാംസാഹാരികൾ, ഒന്ന് സസ്യാഹാരികൾ അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാംസാഹാരികളുടെ പേരുകൾ അറിഞ്ഞിരിക്കണം, സസ്യാഹാരികളുടെ പേരുകൾ, അതുപോലെ തന്നെ മിശ്രാഹാരികളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. മാംസാഹാരിയിലേക്ക് ഈ ഒരു ചിത്രം വരച്ച് ചേർത്തിട്ടുണ്ട് അല്ലേ, മാംസാഹാരിയിലേക്ക് വരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി എന്തിൻ്റെയൊക്കെ പിക്ചറാണുള്ളത്, ഇവിടെ ഒരു സിംഹത്തിൻ്റെ പിക്ചറും ഉണ്ട്, ഒരു മാനിൻ്റെ പിക്ചറും ഉണ്ട് അല്ലേ. അപ്പം അതിനെ നമുക്ക് ഏതിലോട്ട് വരയ്ക്കാം, സിംഹത്തിനെ നമുക്ക് ഏതിലോട്ട് വരയ്ക്കാം, മാംസാഹാരിയിലോട്ട് വരയ്ക്കാം അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ കാല് നമുക്ക് എവിടേക്ക് വരയ്ക്കാം,
മാംസാഹാരി എന്നുള്ളതിൻ്റെ ഈ ഒരു ബോക്സിലോട്ട് വരച്ച് ചേർക്കാം. അടുത്തത് ഏതാണ് വരുന്നത്? മാനാണ് വരുന്നത്. അതിന് നമുക്ക് ഏതിലോട്ട് വരയ്ക്കാം? സസ്യാഹാരിയിലോട്ട് വരയ്ക്കാം അല്ലേ. അതിൻ്റെ കാല് നമുക്ക് എന്ത് ചെയ്യാം? സസ്യാഹാരിയിലോട്ട് വരച്ച് ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ജീവികളുടെ ബോഡി പാർട്ടുകളും നോക്കി വെക്കുക. പിന്നെ അത് സസ്യാഹാരിയാണോ മാംസാഹാരിയാണോ മിശ്രാഹാരിയാണോ എന്നതിനെ കുറിച്ച് മക്കൾക്ക് എന്ത് വേണം? ഒരു അറിവ് വേണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം നമുക്ക് അവിടെ ഒരു പൂമ്പാറ്റയുടെ ഘട്ടങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. പൂമ്പാറ്റ വീഴുന്ന ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം ഏതാണ് വരുന്നത്? നമുക്കറിയാം അല്ലേ, മുട്ടയാണ് ആദ്യം വരുന്നത്. മുട്ട കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? മുട്ട കഴിഞ്ഞാൽ പിന്നെ ലാർവ വരും അല്ലേ. മുട്ട കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ലാർവ വരും. ആദ്യം മുട്ട വരും, പിന്നെ എന്ത് വരും? ലാർവ വരും. ആ ലാർവ പിന്നീട് എന്തായിട്ട് മാറും? പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ചിത്രശലഭമായിട്ട് മാറുന്നത് അല്ലേ. പൂമ്പാറ്റയായിട്ട് അഥവാ ചിത്രശലഭമായിട്ട് മാറുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് മുട്ട, ലാർവ, പ്യൂപ്പ, പൂമ്പാറ്റ അല്ലേ. ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഓപ്ഷൻ ഡി, മുട്ട, ലാർവ, പ്യൂപ്പ, ചിത്രശലഭം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മിസ് നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.